കണ്ടുവരുന്നവർക്കായിട്ട് ഞാൻ കുറച്ചുകൂടി വിഷ്വൽസ് കാണിച്ചു തരാം. പ്രളയം നടന്ന വീക്കെൻഡിൽ നമ്മൾ സൂറത്തിലായിരുന്നു. അവിടെ നിന്ന് തിരിച്ചു പോരുമ്പോഴുള്ള നല്ല മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നർമ്മദ നദിയുടെ ഒരു കാഴ്ചയാണിത്. ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പേടിയാവുമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെ പോകുമ്പോൾ എനിക്ക് തോന്നുമായിരുന്നു ചിലപ്പോൾ കടലപകടമൊക്കെ നടന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു. അതുപോലത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഈ ബ്രിഡ്ജ് നമ്മൾ കടന്നു. പിന്നെ നമ്മൾ ബറോഡയിലെത്തിയപ്പോൾ തന്നെ നല്ല മഴയായതുകൊണ്ട് എല്ലാ ഓട്ടോക്കാരും നല്ല ചാർജസ് ആയിരുന്നു പറയണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അന്ന് നമ്മൾ അവിടെ എത്തിയതായാലും എന്തായാലും നന്നായി. എന്താ വെച്ചാൽ പിറ്റേ ദിവസം തൊട്ട് ട്രെയിൻസ് ഒക്കെ ക്യാൻസൽ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബറോഡയിൽ എത്തിയതിന് ശേഷം പിറ്റേ ദിവസത്തെ കാഴ്ചകളൊക്കെയാണ് ഇത് ഇവിടുത്തെ ഒരു മെയിൻ ആയിട്ടുള്ള ഹോസ്പിറ്റലാണ്. ഇപ്പോൾ ഈ ഹോസ്പിറ്റലിൻ്റെ അവസ്ഥ എന്ന് പറയുകയാണെങ്കിൽ ഇവിടുത്തെ എല്ലാ പേഷ്യൻസിനെയും വേറെ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. പിന്നെ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് കേട്ടോ. സത്യം പറയാലോ, നമ്മുടെ നാട്ടിൽ താമസിക്കുന്നവരൊക്കെ ഭാഗ്യവാന്മാരാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു കുഴപ്പമൊക്കെ ഉണ്ടെങ്കിൽ സ്കൂളിൽ പോവുകയും അതുപോലെ തന്നെ അവിടെ രക്ഷാപ്രവർത്തനത്തിലുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എന്തായാലും എത്തും. പക്ഷേ നമ്മുടെ ഇവിടുത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര കഷ്ടമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛനും അമ്മയൊക്കെ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ ലൈറ്റില്ല, വെള്ളമില്ല. നമ്മൾ കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയിട്ട് ചില സമയത്ത് ടവർ ഇല്ല. പിന്നെ അവർ എന്തായാലും ബാറ്ററി ഇല്ലാത്ത കാരണം സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. ഞാനിവിടെ കാണിക്കുന്നുണ്ടല്ലോ ബറോഡ സിറ്റിയിലെ ഡിഫറെൻറ്റ് വ്യൂസ് ആണ്. എന്താണെന്ന് വെച്ചാൽ എത്രയ്ക്ക് വേഴ്സ്റ്റ് ആയിരുന്നു ഈ കണ്ടീഷൻ എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും അവസാനം വെള്ളമൊക്കെ കുറഞ്ഞപ്പോഴാണ് അവർ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നത്. പിന്നെ പിറ്റേ ദിവസം തന്നെ ലൈറ്റും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളൊക്കെ സിറ്റിയൊക്കെ കുറച്ച് നോർമലാവുന്ന ഒരു അവസ്ഥയിലെത്തിയപ്പോഴാണ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നത്. പിന്നെ ഈ വെള്ളത്തിലുണ്ടല്ലോ ഏറ്റവും കൂടുതൽ മുതലുള്ള ഒരു നദിയാണ് വിശ്വാമിത്രി നദി. അതിൽ നിന്ന് മുതലകൾ ചാടി പുറത്ത് വന്നിട്ട് ഇതിലിപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഒരു നായക്കുട്ടീനെയാണ് ഇത് പിടിച്ചു കൊണ്ടുപോകേണ്ടായിരുന്നത്. പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ മനുഷ്യന്മാരെ വരെ പിടിച്ചു കൊണ്ടായിട്ട് കുറേ ആൾക്കാർ മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മുതലകളെയും പേടിച്ചിട്ട് വേണം നമുക്ക് പാല് വാങ്ങിക്കണമെങ്കിലോ വെള്ളം വാങ്ങിക്കണമെങ്കിലോ ഒക്കെ പുറത്തേക്ക് പോകാൻ തന്നെ. അപ്പോൾ അരയ്ക്ക് മേലെയും അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ നെഞ്ചിൻ്റെ മേലേക്കായിരുന്നു വെള്ളം. ആ വെള്ളത്തിൽ കൂടിയാണ് ആൾക്കാർ വീട്ടിലേക്ക് വേണ്ട ബേസിക് തിങ്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോകണ്ടായിരുന്നത്. ഇപ്പോൾ കണ്ടോ നിങ്ങൾ ഈ പട്ടീനെ പിടിച്ച് കൊണ്ടുപോകണ കണ്ടോ. പിന്നെ പാമ്പുകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ അവസ്ഥയിൽ കൂടെ നമ്മളെ സഹായിക്കാനായിട്ട് ചില സ്ഥലങ്ങളിൽ മാത്രം ഈ കിച്ചടിയും അതുപോലെ തന്നെ വെള്ളമൊക്കെ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതും അവർക്ക് ഈ ട്രാക്ടറിലൊക്കെ പോകാൻ പറ്റണ സ്ഥലങ്ങളിൽ മാത്രമാണ് അതവർ കൊണ്ടുപോകണ്ടായിരുന്നത്. ഏകദേശം ഒരു എന്താ പറയുക ഒരാൾക്കൊക്കെ നിൽക്കാൻ മേലെയുള്ള വെള്ളം ഉണ്ടെങ്കിൽ തന്നെ അവർക്കത് പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പക്ഷേ ഇവിടെ ഒരു മിലിറ്ററി വരെ അങ്ങനെ വലിയൊരു രക്ഷാപ്രവർത്തനം ഞാൻ നടന്നതായിട്ട് കണ്ടില്ല. പിന്നെ ഇത് ഒരു നാട്ടിലൊന്നും ടി വിയിലോ അത് ഭയങ്കര ന്യൂസായിട്ട് പോലും ഞാൻ കണ്ടില്ല. പിന്നെ നാഷണൽ മീഡിയാസും അതും വലിയൊരു കവറേജ് ഒന്നും കൊടുത്തില്ല. നമ്മുടെ നാട്ടിലൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ തന്നെ എത്ര സിനിമാ നടന്മാരും അതുപോലെ തന്നെ ഇപ്പുറത്തെ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തകരും അതുപോലെ തന്നെ സിനിമാ നടന്മാരൊക്കെ എത്ര സഹായങ്ങളാണല്ലോ ഇവിടെ എത്തിക്കുന്നത്. ഇതിപ്പോൾ ഒരു കവറേജ് കിട്ടാത്ത കാരണം ആർക്കും ഒന്നും കിട്ടിയിട്ടുമില്ല. അതായത് സഹായങ്ങളൊന്നും കിട്ടിയില്ല. ഗവൺമെൻറ് എന്തെങ്കിലും കൊടുത്താൽ അത്രയ്ക്കായി എന്ന് മാത്രം. പിന്നെ ഏറ്റവും കൂടുതൽ സമ്പന്നരും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ദരിദ്രരും താമസിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഗുജറാത്ത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പോലത്തെ എല്ലാവർക്കും വീടും കാര്യങ്ങളൊന്നും ഇല്ല. ഈ ഒരു ഷെഡ് കെട്ടിയിട്ട് അതായത് പ്ലാസ്റ്റിക്കിൻ്റെ കവർ കെട്ടിയിട്ട് വരെ ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട് റോഡ് സൈഡിൽ. അവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും എനിക്ക് മനസ്സിലാവില്ല. നമ്മളിവിടെ ഫ്ലാറ്റിൽ ജീവിക്കണവർ വരെ ഇത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ളവർക്കാണെങ്കിൽ അതായത് സാധാരണ വീട്ടിലൊക്കെയാണ് താമസിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും അടിയിൽ വെള്ളം വന്നാൽ മുകളിലേക്ക് പോകാമല്ലോ. പക്ഷേ ഫ്ലാറ്റിൽ വന്നാലും ഒരു കുഴപ്പമൊന്നുമില്ല. എന്ന് വെച്ചാൽ ബേസ്മെൻറ്റിൽ വരല്ലോ മുകളിലേക്ക് ഷിഫ്റ്റ് ആക്കാം. പക്ഷേ ഈ ഷെഡ് കെട്ടി താമസിക്കുന്നവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. എന്തെങ്കിലും വരാണെങ്കിൽ ഗവൺമെൻറ്റൊക്കെ സഹായിക്കാനുള്ള നമ്മുടെ നാട്ടിലാണ് ഭയങ്കരമായിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ നാട്ടിലൊക്കെ ജീവിക്കുന്നവർ ഭയങ്കര ലക്കിയാണ്. എത്ര ആൾക്കാരാണ് സഹായിക്കാൻ. വീട്ടിലെ ഫ്രിഡ്ജും ടി വിയും ഒക്കെ കേടായ വരെ അവർക്ക് അതിന് റീപേ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റും അതുപോലെ തന്നെ എത്രയധികം ആൾക്കാർ സഹായിക്കാനുണ്ട്. ഇത് ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അതായത് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ഡിഫറെൻറ്റ് ലൊക്കേഷനിൽ എന്തായിരുന്നു അവസ്ഥ എന്നുള്ളത്. ഇന്ന് പ്രളയം കഴിഞ്ഞ് ഞാൻ ജോലിക്ക് പോകുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ പ്രളയത്തിൽ ഒഴുകി വന്നിട്ടുള്ള സാധനങ്ങളുണ്ടല്ലോ അതിലത്തെ ചപ്പും ചവറും പറക്കിയിട്ട് അത് വിറ്റ് ജീവിക്കാൻ വേണ്ടിയിട്ട് വരെ ഇവിടെ ആൾക്കാർ നട്ടം തിരിയാണ്. അപ്പോൾ അങ്ങനെയും ഒരു ക്ലീനിങ് പ്രോസസ്സ് ഇവിടെ നടക്കുന്നുണ്ട് ഗവൺമെൻറ്റിൻ്റെ വകയല്ലാണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് അതുപോലത്തെ ഒരു ജീവിത സാഹചര്യം ഒന്നും ശരിക്കും പറയുകയാണെങ്കിൽ പ്രളയത്തിൽ ഇങ്ങനെ ഒഴുകി വന്ന സാധനങ്ങൾ വിറ്റിട്ട് ജീവിക്കേണ്ട ജീവിത സാഹചര്യമൊന്നും ഇല്ലല്ലോ. പിന്നെ മാത്രമല്ല ഇവിടുത്തെ ഗവൺമെൻറ് എന്ന് പറയുകയാണെങ്കിൽ അവർ മാത്രമാണ് നമ്മളെ സഹായിക്കാനുള്ളൂ. എന്ന് വെച്ചാൽ അധികം കവറേജും കാര്യങ്ങളൊന്നും പുറത്തേക്ക് പോകാത്ത കാരണം. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ റോഡിൻ്റെ അവസ്ഥ. ചില സ്ഥലങ്ങളിലൊക്കെ റോഡ് ഇവിടെ ഇങ്ങനെയാണ്, ചില സ്ഥലത്ത് കുണ്ടും കുഴിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമ്മൾ പോകുന്നത്.